ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് റീചാർജിന്റെ മിനിമം പ്ലാൻസും അതിന്റെ വാലിഡിറ്റി പാക്ക് എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്നും ഒരു വർഷത്തേക്കുള്ള റീചാർജ് എത്രയെന്നും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട് റിലേറ്റഡ് വീഡിയോ ആയിട്ട്. അത് നിങ്ങളൊന്ന് കാണണം. ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് 20 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡിറ്റി അതിനകത്ത് കിട്ടും എന്നാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രായ് പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് 20 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തേക്ക് വാലിഡിറ്റി കിട്ടും എന്നൊരു ന്യൂസാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത്. അത് നമ്മൾ ടെലികോം കമ്പനികളോട് ചോദിച്ചപ്പോൾ, ഇവിടെ സപ്ലൈ ചെയ്യുന്ന ടെലികോം കമ്പനികളോട് ചോദിച്ചപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. എന്നാലും അതിൻ്റെ ഏകദേശ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വെറും 20 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തേക്ക് വാലിഡിറ്റി കിട്ടും. അതാണ് പുതിയ പ്ലാൻ. അതായത് നമ്മൾ 20 രൂപ ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഒരു മാസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സിമ്മിൽ നിന്ന് കട്ടാവും എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. 20 രൂപ മാത്രം. അപ്പം നമ്മളൊരു 50-100 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് 2-3 മാസത്തേക്ക് അതിൽ നിന്ന് പിടിച്ചോളും. ബാലൻസ് ആയിട്ട് 100-200 ചെയ്ത് പോയാൽ മതി. 20 രൂപയാണ് കട്ടാവുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ നിയമം. ഇതിലിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതാണോ നിങ്ങളുടെ സിമ്മ്, ആ സിമ്മിൽ ടോപ്പപ്പ് ആയിട്ട് നിങ്ങളൊരു 50 രൂപ അല്ലെങ്കിൽ 20 രൂപ റീചാർജ് ചെയ്ത് വെക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്നുണ്ടെങ്കിൽ ആ നിയമം പ്രാബല്യത്തിലായിട്ടുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഷോപ്പിൽ റീചാർജ് ഉള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ന്യൂസ് കേട്ടിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു നിയമം പ്രാവർത്തികമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള നിയമം വരുമ്പോൾ ഞാൻ ഇതിലൂടെ തന്നെ യൂട്യൂബിലൂടെ തന്നെ ഞാൻ അറിയിക്കുന്നതാണ്. ഇതുവരെ നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നതായിട്ട് അറിവില്ല. ഗൈസ്, ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ